കടകൾ കണ്ടിട്ട് ഞങ്ങൾ എസ്കലേറ്റർ നടന്നു പോവട്ടോ. കുറേ കടകളും അതും ഒക്കെ അടിപൊളി. എസ്കലേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പം ഞാൻ എസ്കലേറ്റർക്ക് കയറാൻ പോവുക കേട്ടോ. ഞങ്ങൾക്കാണ് എസ്കലേറ്റർ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എസ്കലേറ്ററിൽ കയറി അങ്ങനെ എസ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് എസ്കലേറ്റർ പോകുന്നത് കേട്ടോ. ഷാനിഫിനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഇഷ്ടത്തോടെയാണ് കയറി പോവുക. എസ്കലേറ്റർ കയറാൻ പറ്റില്ല, ലിഫ്റ്റിൻ്റെ പകരം കേട്ടോ. അങ്ങനെ താഴെത്താനായിട്ടുണ്ട്. പോണ ആൾക്കാരും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഫ്ലോർ, ഒന്നാമത്തെ ഫ്ലോറിൽ അങ്ങനെ എത്തി. ഇനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. എന്നാലാണ് അക്വേറിയം കാണാൻ പറ്റുള്ളൂ. ഇത് കാണാൻ പറ്റില്ല. അക്വേറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. കുറേ ഫിഷും ഷാർക്കും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് കേട്ടോ പോയത്. കാരണം വൈകുന്നേരമായിരുന്നു. അത് കാരണം ഭയങ്കര തിരക്ക്, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. എല്ലാവരും കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് അങ്ങനെ പോവില്ലേ, ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ടിക്കറ്റാണ്. ഞങ്ങൾക്ക് 4 ആൾക്ക് ആകുമ്പോൾ ഭയങ്കര റേറ്റാണ്. പിന്നെ അതിൽ തന്നെ ഈ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് അതിൽ ഡൈവ് ചെയ്യൂലേ, അത് ഇൻക്ലൂഡഡാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചില്ല, കാരണം കുട്ടികളൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യാനൊന്നും ആയിട്ടില്ല. പിന്നെ അതിൻ്റെ മേലെ പോയിട്ട് ഫിഷിന് ഫുഡ് കൊടുക്കുക, അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആയപ്പോഴത്തേന് തന്നെ ഷാരിക്കുമോന് ഭയങ്കര കരച്ചിൽ തുടങ്ങി. ഭയങ്കര വിശന്നിട്ടുള്ള കരച്ചിലാണ്. പിന്നെ ഞാനെനിക്ക് ഒന്ന് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ 2 സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ടാണ്. അവിടെ നിന്നാണ് ഈ മറ്റേ നമ്മുടെ ഇതുപോലത്തെ തെരണ്ടി പോലത്തെ മീനില്ലേ, തെരണ്ടി മീൻ, അതൊക്കെ കണ്ടത് കേട്ടോ. അവിടെ കയറുമ്പോൾ ഇങ്ങനത്തെ തെരണ്ടി മീനും ഒക്കെ കാണാനുണ്ട്. പല വിധത്തിലുള്ള മീനുകളുണ്ട്, പല സൈസിലുള്ളതും കുഞ്ഞു കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസം. ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ്. അതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ. അത് നിർത്തിയതാണ്. അതിൻ്റെ ബാക്കിൽ കൂടി പോകണ ടിക്കറ്റ് എടുത്തിട്ട് കയറണോലാണ് അങ്ങനെ പോണത്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാലിൻ്റെ അടയാളമാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ കാലിൻ്റെ അടയാളത്തിനനുസരിച്ച് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോയാലാണ് അക്വേറിയം ഫുള്ള് കവർ ചെയ്യാൻ പറ്റുക കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എടുത്ത വീഡിയോ ആണത് കേട്ടോ. ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ ചില മീനുകളൊക്കെ കൂട്ടായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, ചില മീനുകൾ ഒറ്റക്ക്. പിന്നെ നല്ല നീളമുള്ള മീനുകൾ, അങ്ങനെ പല വിധത്തിലുള്ള മീനുകളും കണ്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പറയില്ലേ വികൃതിയായിട്ടില്ല തെരണ്ടി വാലുകൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ആ വാലാണ് കേട്ടോ നേരത്തെ കണ്ടത്. തെരണ്ടി വാല് നല്ല നീളമുണ്ട്. പിന്നെ അവരുടെ ബോഡിനെക്കാട്ടിലും നല്ല നീളത്തിലാണ് വാല് കിടക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ ഉള്ളിലൊരു കൂട് പോലെ കണ്ടില്ലേ, അവിടെ നിന്നിട്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. പിന്നെ ഡൈവ് ചെയ്യാനുള്ള ആൾക്കാരും പിന്നെ എന്തൊക്കെ അതിലിരുന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണമൊക്കെ ഉണ്ട്. ഒരു ബോട്ട് പോലെ ഇരുന്നിട്ട് അങ്ങനെ മൂവ് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിന് മേലെ നിന്നിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അതാണ് ആ 2 ക്യാബിൻ അവിടെ കാണുന്നത്. അതാണ് കേട്ടോ. 2 ഗ്രില്ല് വെച്ചൊരു സംഭവം കാണുന്നില്ലേ, അതിൽ ഒന്ന് ഡൈവ് ചെയ്യുന്ന ആൾക്കാർ നിൽക്കുന്നതും പിന്നെ ഒന്നിൽ ഫുഡൊക്കെ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ ഒഴിഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഫുഡ് കൊടുത്തപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കൂളായി കണ്ടോ. മീൻ കൂട്ടം കൂടി അവിടെ ഫുഡ് ഇട്ട് കൊടുക്കേണ്ടത് കാരണമാണ് അവിടെ മീനുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബുർജ് ഖലീഫേൻ്റെ അവിടെ പോയി. അവിടെ അതിലും വലിയ തിരക്ക്, ഭയങ്കര തിരക്ക്. ഷാരിക്കുമോന് കരഞ്ഞിട്ടാണെങ്കിൽ ഒന്നൊരു എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളാണല്ലോ മുഖ്യമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇനി വേറൊരു ദിവസം വരെ ഒന്നുകൂടെ കാണാനെന്ന് പറഞ്ഞിട്ട് ദുബായ് മാളിൻ്റെ ചില ഭാഗങ്ങൾ എന്നാലും കണ്ടില്ല കേട്ടോ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാലും മക്കളൊന്ന് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയൊരു ഫോട്ടോ എടുത്തിട്ടോ. ലൈറ്റ് ഷോ തുടങ്ങാനുള്ള ആയിട്ടുണ്ടായി ഞങ്ങൾ ചെന്നപ്പോഴത്തേന്, അതുകൊണ്ടാണ് അത്ര തിരക്ക്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല തിരക്ക്, നല്ല കൂട്ടം കൂടി നിൽക്കുന്നത്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങി. അപ്പോൾ ഭയങ്കര ആർപ്പുവിളി ഒച്ചപ്പാടും, പിന്നെ അത് മുഴുവനാണതിന് മുന്നേ ഞങ്ങൾ വേഗം തിരിച്ച് പോരുകയും ചെയ്തു. കാരണം കൂട്ടത്തിൽ ഭയങ്കര തിരക്കിപ്പെടുക വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ അതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്കൊക്കെ പോയിക്കണം. അപ്പോൾ ബുർജ് ഖലീഫൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ ലൈറ്റ് ഷോ ഉണ്ടാവും. അവിടെയുള്ള വെള്ളത്തിൽ വാട്ടർ ഷോയും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉണ്ടാകും. അതുമ്പോൾ ഇങ്ങനെ ഈമാർന്ന് ഇങ്ങനെ പല ഭാഷയിൽ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ വെള്ളത്തിൽ വാട്ടർ ഷോ ഉണ്ടായും. നല്ല രസമുള്ളൊരു മ്യൂസിക്കും ഉണ്ട് കേട്ടോ. വാട്ടർ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് അകത്തേക്ക് തന്നെ കയറിയിട്ടാണ്. ദുബായ് മാളിൻ്റെ ഉള്ളിൽ തന്നെ കയറി. അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ വേണം പിന്നെ നമുക്ക് മെട്രോക്ക് കയറാൻ പോകാനായിട്ടോ. അപ്പോൾ ഞങ്ങൾ 3rd ഫ്ലോറിലെ ഷാരിക്കുമോന് വീണ്ടും ഫുഡ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിട്ടാണ്. അവിടെ കുറച്ചൊരു തിരക്ക് കുറവുണ്ട്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോയി. ബുർജ് ഖലീഫിൻ്റെ അവിടെയൊക്കെ എല്ലായിടത്തും ഇരിക്കുന്നിടത്തൊക്കെ ഭയങ്കര സീറ്റ് ഫുൾ ചെയ്യുന്നിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് നല്ല കുറച്ചുകൂടെ അടുത്തുനിന്നും പിന്നെ നല്ല വലിയ മീനുകളെയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ 3rd ഫ്ലോറിലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ മക്കൾ ഇവർ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടാണ്. ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡൈവ് ചെയ്യണത് കണ്ടിട്ട്. അതിൻ്റെ ഉള്ളിൽ 2 ആൾക്കാർ അവരെന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. എന്തൊക്കെ അവരിങ്ങനെ ഒരു കോഡ് ഭാഷയിൽ കൂടെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ 2 ആൾക്കാർ. ഇനി അവർ അതിൻ്റെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന ആൾക്കാരാണോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും 2 ആൾക്കാർ അതിലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവരിങ്ങനെ നോക്കിയിരുന്നു. അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമൊക്കെ കാണാനൊക്കെ ഒരു രസമാട്ടോ. ഇതൊരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒക്കെ ഷോപ്പ് നല്ല പിങ്ക് കളറിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. മക്കളെപ്പോഴും ഈ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവർ വലിയ മീനിനൊക്കെ കണ്ടിട്ട് എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പല വിധത്തിലുള്ള മീനുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പോരാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ അവരിങ്ങനെ മീനിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പിന്നെ അപ്പുറമൊക്കെ പോയിട്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു വിമാനത്തിൻ്റെ ഷേപ്പിൽ എന്തോ ഒരു ഇതിൻ്റെ ഓഫീസിൻ്റെ കൗണ്ടറാണ്. എനിക്ക് തോന്നുന്നത് എമിറേറ്റ്സിൻ്റെ എന്തോ ഇതിൻ്റെ തോന്നുന്നു പ്ലെയിനിൻ്റെ എന്തോ ഒരു ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ എന്തോ ആണ് സംഭവം. എനിക്ക് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ടോപ്പത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആൾക്കാർ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ശനിയാഴ്ച വീക്കെൻഡ് ആയ കാരണം കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും പിന്നെ എന്താ പറയുക വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രാവലേഴ്സ് ഉണ്ടാവില്ലേ അവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ ഒരു ഫ്ലാഗ് പിടിച്ചിട്ട് ഒരു ആൾ ഫ്രണ്ടിൽ പിന്നെ അവരെ ഫോളോ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഗ്രൂപ്പ് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മേലെ എത്തിയത് മെട്രോക്കുള്ള വഴിയാണ്. മെട്രോ കയറാൻ പോകാനുള്ള വഴിയാണ്. നമ്മൾ ഇങ്ങോട്ട് നടന്ന അത്രയും ദൂരം അങ്ങോട്ടും നടക്കണം കേട്ടോ.
അപ്പോൾ രാത്രി ആയപ്പോൾ വണ്ടികളും ലൈറ്റൊക്കെ പോണത് കാണാൻ ഭയങ്കര രസം. അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഞങ്ങൾ ആ എസ്കലേറ്റർ ഇല്ലേ, നമുക്ക് നടക്കുന്നതിന് പകരം യൂസ് ചെയ്യുന്ന എസ്കലേറ്റർ, അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശാരിക്കുമോന് അതുമ്മ കൂടെ നടക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവസാനമാകുമ്പോൾ അവന് പേടിയാണ് ഇറങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് ചെന്ന ഉടനൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ആൾക്ക് ധൈര്യമായി, ഇറങ്ങാനും കയറാനൊക്കെ ധൈര്യമായി. അങ്ങനെ പിന്നെ ഇറങ്ങാനായപ്പോൾ ഞാനെടുത്ത് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ വീഡിയോസ് ഉള്ളത്. പിന്നെ ഞങ്ങൾ മെട്രോ കയറി വീഡിയോ ഒന്നും എടുത്തില്ല. ശാരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ കയറി മെട്രോ കയറി പിന്നെ അങ്ങനെ വീട്ടിൽ പോയിട്ടാണ്, റൂമിൽ പോയി.